ബഡ്ജറ്റിങ്ങിനെ പ്രതിപാദിച്ച് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിനൊക്കെ നല്ല പ്രതികരണം ലഭിക്കുന്നുണ്ട്. ആൻഡ് ഐ ഫീൽ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. കാരണം പലരും അവരുടെ ലൈഫിൽ ബഡ്ജറ്റിംഗ് വേണം എന്ന് ചിന്തിച്ചു തുടങ്ങി. അത് വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ബഡ്ജറ്റിംഗ്. എൻ്റെ ലൈഫ് മാറ്റിമറിച്ചത് ബഡ്ജറ്റിംഗ് ആണ്. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് എനിക്കൊരു കൺട്രോളിങ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, മറിച്ച് ഇറ്റ് ഇസ് എ പവർ. അതൊരു ശക്തിയാണ്, അതൊരു ഫ്രീഡമാണ്. ആൻഡ് ബഡ്ജറ്റിങ്ങിലൂടെ ഞാൻ വിശ്വസിക്കുന്നത്, ഫൈനലി ഞാൻ ചെയ്യുന്നത്, ഞാൻ പണത്തിനെ ആദരിക്കുകയാണ്. മാസാവസാനം നിങ്ങളുടെ പണം എവിടെയാണ് അപ്രത്യക്ഷമാവുന്നത് എന്ന് ചിന്തിക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പണം എവിടെയാണ് ചെലവഴിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയാണ്ടിരുന്നിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത് എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് തോന്നിയ ബഡ്ജറ്റിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? നമുക്ക് തുടങ്ങാം. ബഡ്ജറ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മളുടെ വരവും ചെലവും ട്രാക്ക് ചെയ്യുന്ന ആ പ്രോസസ്സാണ് ബഡ്ജറ്റിംഗ്. നിങ്ങൾക്ക് എത്ര പണമുണ്ട്, നിങ്ങളുടെ പണം എവിടെയൊക്കെ നിങ്ങൾ ചെലവഴിക്കുന്നു എന്നതൊക്കെയാണ് ബഡ്ജറ്റിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് ഫോണിന്റെ ബാറ്ററി ചാർജ് ചെക്ക് ചെയ്യാറുണ്ട്? എല്ലാവരും ചെക്ക് ചെയ്യും. എന്തുകൊണ്ടാ? ആവശ്യ സമയത്ത് ഫോൺ ചാവരുത്, അല്ലേ? ബാറ്ററി കൃത്യമായിട്ട് ഉണ്ടാവണം. ഇത് തന്നെയാണ് ബഡ്ജറ്റിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ പണം നമ്മളൊന്ന് ട്രാക്ക് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബാറ്ററി പോയ ഫോണിനെ പോലെയാവും നമ്മുടെ ജീവിതം. അപ്പൊ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് കളർഫുൾ ആക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ സ്ട്രെസ് കുറക്കും. മാസാവസാനം ആകുമ്പോഴേക്കും പണം തികയുന്നില്ലല്ലോ എന്നുള്ള സങ്കടമൊക്കെ മാറിക്കിട്ടും. കൂടുതൽ സമ്പാദിക്കാൻ പറ്റും. അതായത് ബഡ്ജറ്റിംഗ് നമ്മളൊരു ശീലമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പണം നമ്മൾക്ക് കണ്ടെത്താൻ പറ്റും. ആൻഡ് ഫൈനലി ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് അച്ചീവ് ചെയ്യാം. എന്തെങ്കിലും എമർജൻസി ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവും. നമ്മൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, ആൾക്കാരുടെ നിന്ന് കടം വാങ്ങണ്ട. നമ്മുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകും. ഞാനിത് എങ്ങനെയാണ് ഈ ബഡ്ജറ്റിംഗ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾസ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആവും എന്നെ. അപ്പോൾ ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒരു ബുക്കും പെന്നും എടുത്തിരിക്കുക. ഞാൻ ഈ ബഡ്ജറ്റിംഗ് തുടങ്ങിയ സമയത്തൊക്കെ ബുക്കും പെന്നിൽ തന്നെയാണ് ചെയ്തത്. പിന്നെ ഞാൻ ആപ്പൊക്കെ യൂസ് ചെയ്യായിരുന്നു. എക്സ്പെൻസ് മാനേജർ എന്ന് പറഞ്ഞിട്ട് അന്നേരം ഒരു ആപ്പൊക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യും. പിന്നെ ഞാൻ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ റൂംമേറ്റ്സ് ആയിട്ടൊക്കെ ചെയ്യുന്ന ടൈമിൽ സ്പ്ലിറ്റ് വൈസ് ഒക്കെ യൂസ് ചെയ്യും, ഫുള്ള് എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ച് ബുക്കും പെന്നിലേക്കും തന്നെ എത്തി. എനിക്ക് ആ ബുക്കും പെന്നും എടുത്തിരിക്കുമ്പോഴാണ് ഒരു എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു തോന്നൽ. പിന്നെ ഞാൻ എൻ്റെ എക്സ്പെൻസസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ എക്സൽ ഷീറ്റിലിട്ട് നോക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ മറ്റേ ദൃശ്യം സിനിമയിലെ പോലീസിനെ പോലെ എല്ലാ മാസവും ഇങ്ങനെ എന്താണ് ബില്ലൊക്കെ കൂട്ടി വെക്കുമ്പോൾ ഇതിലെന്തോ ഒരു അപാകത ഇല്ലേ എന്ന് ചോദിക്കും, അല്ലേ? പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. അപ്പൊ നിങ്ങളും അത് ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇത് വളരെ ഇഷ്ടമാണ്. എല്ലാ മാസവും ഇരുന്ന് വരവും ചെലവും ഒക്കെ നോക്കുക, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എടുത്ത് നോക്കുന്നതൊക്കെ എനിക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു ബുക്ക് പെട്ടെടുത്ത് ഇരിക്കുക. ഞാൻ എൻ്റെ ബുക്ക് എടുത്തോട്ടെ. ഇതിൽ കുറച്ച് പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ വേണ്ടി. അപ്പൊ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വരവ് എഴുതാം. ഇപ്പം സാലറീഡ് എംപ്ലോയി ആണെങ്കിലും അല്ലെങ്കിൽ ഇറഗുലർ ഇൻകം ഉള്ള ആൾക്കാരാണെങ്കിലും കൃത്യമായിട്ട് വരവെഴുതണം. ഇപ്പം ഞാനൊരു സാലറീഡ് എംപ്ലോയി ആണ്. അപ്പം എല്ലാ മാസത്തെ ഇൻകം എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ സാലറി കൂടാണ്ട് നമുക്ക് വേറെ രീതിയിൽ എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതും എഴുതുക. ഓക്കെ, ഇറഗുലർ ഇൻകം ആണെങ്കിലും എഴുതണം. എനിക്കത് പറഞ്ഞു തരാൻ പറ്റും. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് സ്കോളർഷിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് സ്കോളർഷിപ്പ് വൺസ് ഇൻ എൻ ഇയർ ആണ് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു വർഷത്തേക്ക് ഒന്നിച്ചൊരു സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടും. അപ്പോൾ ആ എമൗണ്ട് വെച്ചാണ് എൻ്റെ ഒരു 1 ഇയർ ഞാൻ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ അന്നേരം ഞാൻ ഇതിൽ കുറച്ച് എക്സ്പീരിയൻസ് നേടിയ ഒരാളാണ്. ആ എമൗണ്ട് വെച്ചാണ് ഞാൻ ഫുള്ള് പ്ലാൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇറഗുലർ ഇൻകം കിട്ടുന്ന ഒരാളാണെങ്കിലും ആ ഇൻകം എഴുതി വെക്കുക. എന്നിട്ട് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാൻ മുന്നോട്ടുള്ള ലൈഫ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇൻകം എഴുതിയല്ലോ. ഇനി നിങ്ങളുടെ ചെലവുകളൊക്കെ എഴുതുക. ഇപ്പം എക്സാമ്പിൾസ് ആയിട്ട് റെന്റ്. ഇപ്പൊ നിങ്ങൾ റെന്റ് കൊടുത്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് റെന്റ് എഴുത് പോയിന്റ് എഴുത്. റെന്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്താ? അത് കഴിഞ്ഞിട്ട് EMI, അതായത് ലോൺ. എന്തൊക്കെയാണ് ലോൺ അത് എഴുതുക. ഹൗസ് ലോൺ ഉണ്ടോ? ഓക്കെ, ഹൗസ് ലോൺ. കാർ ലോൺ ഉണ്ടോ? കാർ ലോൺ. അല്ലെങ്കിൽ ഇനി പേഴ്സണൽ ലോൺ വല്ലതും ഉണ്ടോ? പേഴ്സണൽ ലോൺ ഒന്നും എടുക്കരുത്. ഓക്കെ, പേഴ്സണൽ ലോൺ ഉണ്ടെങ്കിൽ അത് എഴുതുക. പേഴ്സണൽ ലോൺ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്കറിയാം പേഴ്സണൽ ലോൺ ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്കൊരു വീടുണ്ടെങ്കിൽ ഈ വീടിന് ഹോം റിനോവേഷൻ ലോൺ അത് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ബാങ്ക് മാനേജറായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഹോം റിനോവേഷൻ ലോൺ എടുക്കാം.
ഇപ്പൊ സാധാരണ കല്യാണത്തിനൊക്കെ ആൾക്കാർ പേഴ്സണൽ ലോൺ എടുക്കും. അപ്പൊ നിങ്ങൾ ആ സമയത്ത് പേഴ്സണൽ ലോൺ എടുക്കാനാണ് പ്ലാനെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് എന്തായാലും നിങ്ങൾ വീടൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കുമല്ലോ അല്ലെ? അപ്പോൾ കല്യാണത്തിന് പോയിട്ട് ഹോം റിനോവേഷൻ ലോൺ എടുക്കുക. ഹോം റിനോവേഷൻ ലോണിൽ നിങ്ങൾക്ക് കുറച്ച് പണം കിട്ടാൻ നിങ്ങൾ വീട് മോടി പിടിപ്പിക്കാനും കുറച്ച് ലക്ഷം നിങ്ങളുടെ കല്യാണ ചെലവുകൾക്ക് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾ ബാങ്കിൽ പോയി ബാങ്ക് മാനേജറൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം റിനോവേഷൻ ലോൺ കിട്ടും. അപ്പൊ അത് ഈ പേഴ്സണൽ ലോണിനേക്കാളും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കുറവായിരിക്കും. അപ്പൊ നിങ്ങളുടെ ലോൺ ഒക്കെ എഴുതിയല്ലോ. ഇനി അടുത്തത് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എഴുതുക. എല്ലാ മാസം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ബില്ല് അടക്കണം. ചിലരാണെങ്കിൽ 4ഉം 5ഉം ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഒന്ന് സ്വന്തം പേരിൽ, ഒന്ന് സ്പൗസിന്റെ പേരിൽ, അല്ലെങ്കിൽ അച്ഛനമ്മേന്റെ പേരിലൊക്കെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് ബിൽസ് ഒക്കെ കൃത്യമായിട്ട് പേ ചെയ്യണം. അങ്ങനെയുള്ളവർ മാത്രമേ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഈ കടങ്ങളൊക്കെ എഴുതുക. ഈ ഡെറ്റ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. ഇതൊക്കെ എഴുതിയില്ലേ? ഇനി യഥാർത്ഥ ചെലവുകളിലേക്ക് വരാം. നമുക്ക് എന്തൊക്കെയാണത്? കറണ്ട് ബില്ല്, ഗ്യാസിന്റെ ബില്ല്, ഫോൺ ബില്ല്, വൈഫൈ ബില്ല്, പിന്നെന്തൊക്കെയാ വീട്ടിലെ മെയ്ഡിന്റെ ബില്ല്, പിന്നെ സബ്സ്ക്രിപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ആ കണക്കുകൾ. അപ്പൊ എന്റെ ഇതില് ഞാൻ ജിയോന്റെ കണക്ഷൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ജിയോന്റെ ആ ഒരു പാക്കേജിൽ ഈ മൊത്തം സബ്സ്ക്രിപ്ഷൻ ഒക്കെ അങ്ങോട്ട് വരും. ഓക്കെ. ഇപ്പൊ എല്ലാ സബ്സ്ക്രിപ്ഷൻസ് ഇപ്പം യൂട്യൂബിന്റെ പ്രീമിയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോറി ടെൽ ആപ്പ്, കിൻഡിൽ, അങ്ങനെ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഞാൻ എന്റെ ലൈഫിൽ നിന്ന് റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. നിങ്ങൾക്കും അറിയാലോ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻസിനായിട്ട് പോകുന്നത്. അതുപോലെ സ്റ്റോറേജ്, നമ്മൾ ഡ്രൈവ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പണം. പിന്നെ നമ്മൾ ഇപ്പം ജിമ്മിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ യോഗ ക്ലാസ്സിന് പോകുന്നുണ്ട് എല്ലാ മാസവും, അല്ലെങ്കിൽ നമ്മളുടെ എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്നത്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു തെറാപ്പിക്ക് പോകുന്നുണ്ട്, പേഴ്സണൽ കോച്ചിങ്ങിന് പോകുന്നുണ്ട്, ഇതൊക്കെ എഴുതുക. ഇതും എല്ലാ മാസവും വരുന്ന ചിലവുകളാണല്ലോ, അതും എഴുതുക. പിന്നെ വീട്ടിൽ ഹൗസ് ഹെൽപ്പ് അല്ലാണ്ട് വേറെ ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പൊ അച്ഛനും അമ്മേനെ നോക്കാൻ ഇപ്പൊ ഒരു ഹോം നേഴ്സിന് നിർത്തിയ ആൾക്കാരുണ്ടാവും, അവർക്ക് മന്ത്ലി പേ ചെയ്യണം. കുട്ടികളെ നോക്കാൻ ആൾക്കാരെ നിർത്തിയവരുണ്ടാവും, അവർക്ക് എല്ലാ മന്തും പേ ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ ചെലവുകളും എഴുതുക. കഴിഞ്ഞിട്ടില്ല, ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുന്നത്. സ്വിഗ്ഗി, സൊമാറ്റോ, ഇൻസ്റ്റാമാർട്ട്, ഇതൊക്കെ എഴുതിക്കും. അപ്പം എന്താ ചെയ്യേണ്ടത്? സ്വിഗ്ഗി, സൊമാറ്റോ ഇതിലൊക്കെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് കാണാം. ഈ മാസം എത്രയാണ് ചെലവായത് കൊണ്ടത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടും. അപ്പം അത് എഴുതുക. ഇൻസ്റ്റാമാർട്ടിനും നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, സ്വിഗ്ഗിയിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒരു മാസം എത്രയാണ് ചെലവായത് അത് എഴുതുക. ഇനി എന്താ കഴിഞ്ഞോ? ഇല്ല. പച്ചക്കറി, പിന്നെ പലചരക്ക് സാധനങ്ങളും സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത്, നമ്മളെ വീട്ടിന്റെ അപ്പുറത്തെ ചേട്ടന്റെ പീടികയിൽ പോയിട്ട് സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏകദേശ കണക്ക്, പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ വാങ്ങും അല്ലെ, ഫിഷ് വാങ്ങും, അപ്പം അതിന്റെ കണക്ക്, അതിനെത്രയാണ് ചെലവായപ്പോൾ ഏകദേശ ധാരണയിൽ അത് എഴുതുക. കഴിഞ്ഞോ? ഇല്ല. ഇനി വണ്ടിക്കുള്ള ചെലവുകൾ, അതായത് പെട്രോൾ അടിക്കണം വണ്ടിക്ക്, നിങ്ങൾ വണ്ടി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ ചെലവ്, പിന്നെ കുട്ടികൾക്കുള്ള ചെലവുകൾ, ഇപ്പൊ നമ്മളെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള വെഹിക്കിളിന്റെ മാസവാടക, സ്കൂൾ ഫീസ്. അപ്പൊ ഇതൊക്കെ എഴുതുക. ചിലപ്പോൾ സ്കൂൾ ഫീസ് മന്ത്ലി ആയിരിക്കണമെന്നില്ല, ക്വാർട്ടർലി ഒക്കെ ആയിരിക്കും. അത് പീരിയോഡിക് ആയിട്ടുള്ള ചെലവുകൾ, അതും എഴുതുക. അതിന്റെ ഒരു എക്സാമ്പിൾ, അത് ഇൻഷുറൻസ് ഒരു എക്സാമ്പിൾ ആണ്. എല്ലാ വർഷവും നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം അടക്കണം. ഇൻഷുറൻസ് എടുത്തിട്ടില്ലേ? ഇൻഷുറൻസ് എടുത്തിട്ട് എന്റെ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾ. ഓക്കെ. ഇൻഷുറൻസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം നിർബന്ധമായിട്ടും. നിങ്ങൾക്ക് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ടേം ഇൻഷുറൻസ് എടുക്കണം. ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റ് ആണ്. അത് നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻവെസ്റ്റ് ചെയ്തിട്ടെങ്കിൽ അല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. പലരും ഇവിടെ ചെയ്യുന്ന മിസ്റ്റേക്ക് വന്നത് സാലറിഡ് എംപ്ലോയീസ്, എസ്പെഷ്യലി അവർക്ക് ഓഫീസിനൊക്കെ ഇൻഷുറൻസ് ഉണ്ടാവും, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും. അപ്പൊ അവർ എടുക്കൂല, പ്രൈവറ്റ് ആയിട്ട് എടുക്കൂല. അത് വലിയൊരു മിസ്റ്റേക്ക് ആണ്. നമുക്ക് പെട്ടെന്ന് ജോലി പോയി കഴിഞ്ഞാൽ തീർന്നു, നമ്മുടെ ഇൻഷുറൻസ് അവിടെ എൻഡ് ചെയ്യും. അപ്പം ലൈഫ് ഈസ് വെരി മച്ച് അൺപ്രഡിക്റ്റബിൾ. അപ്പൊ ഒരു പേഴ്സണൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. അപ്പൊ ഈ ഇൻഷുറൻസ് ഒരു പീരിയോഡിക് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. വർഷത്തിൽ ഒരു തവണ നമ്മൾ പ്രീമിയം അടക്കണം. പിന്നെയുള്ള പീരിയോഡിക് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ എന്റെ വീട്ടിലെ വാട്ടർ പ്യൂരിഫയർ, കെന്റിന്റെ വാട്ടർ പ്യൂരിഫയർ ആണ്, ഒരു പീരിയോഡിക് സർവീസ് ചെയ്യണം. 6 മാസം കൂടുന്ന സമയത്ത് ഒരു പീരിയോഡിക് സർവീസ് ഉണ്ട്. അതുപോലെ വെഹിക്കിൾ സർവീസ്. ഓക്കെ. അപ്പം ഇങ്ങനെ പീരിയോഡിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നോട്ട് ചെയ്ത് വെക്കുക. വെച്ചല്ലോ, വെച്ചു. എന്താ ചെയ്യേണ്ടത്? ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പം കണ്ണ് തള്ളിപ്പോകുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഈ സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ ഇരിക്കും. കാരണം എന്റെ കണ്ണും ഇടയ്ക്ക് തള്ളാറുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ച് കോൺഷ്യസ് ആവും. കഞ്ഞിയും പയറും നമ്മൾ പോഷക സമൃദ്ധമായ ഫുഡിലോട്ടേക്ക് നമ്മൾ എത്തും. അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. കാൽക്കുലേറ്റ് ചെയ്തല്ലോ, എക്സ്ട്രാ ആണ് നിങ്ങളെ ചെലവെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത എന്താ? നിങ്ങളെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുക. ഒരു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുക. എന്നിട്ട് അത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യാം, എത്രയാണ് ചെലവായതെന്ന്. എന്നിട്ട് ഇത് ടാലി ചെയ്യണം. ഓക്കെ. അപ്പൊ ടാലി ചെയ്യുമ്പോൾ ഏതായിരിക്കും കൂടുതൽ? ടാലി ചെയ്യുമ്പോൾ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റില് ചെലവായ പണമായിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ടുണ്ടാവുക. കാരണം അവിടെ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ
ഊബർ ഓലയൊക്കെ ബുക്ക് ചെയ്തിട്ട് പോകുമ്പോൾ അതിന്റെ പണം, അപ്പൊ അതൊക്കെ ആഡ് ആവും. പിന്നെ നമ്മൾ അല്ലാതെ ചെലവാക്കുമല്ലോ. ഇപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ നടന്നു പോകുമ്പോ എനിക്ക് ഒന്ന് പാനിപ്പൂരി കഴിക്കാം, അല്ലെങ്കിൽ എന്താണ് ജയനഗറൊക്കെ ഒന്ന് കറങ്ങാൻ പോകുമ്പോ ഈ മാലിന്യം നമ്മളൊക്കെ ഒന്ന് വാങ്ങാം. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെയും കുറെ കാര്യങ്ങൾ വരും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യണ്ട. ഒരു ഒരു എന്താണ് നിങ്ങളുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങളിവിടെ എടുക്കണ്ട. ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വെൻ വി ബിക്കം മോർ അവെയർ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ലിസൺ കെയർഫുള്ളി. നമ്മൾ നന്നായിട്ട് അവെയർ ആവുന്ന സമയത്ത് മോർ ദാൻ ഇന്റലക്ച്വൽ തിങ്, ഇൻഡ്യൂഷൻ വിൽ വർക്ക്. ബുദ്ധി വേണമെന്നില്ല, പിന്നെ ആ ഒരു ഉള്ളുന്നൊരു ഇത് വരും. അപ്പൊ ഇവിടെ ബുദ്ധി വേണ്ട, യൂസേജ് ചെയ്യണ്ട. ജസ്റ്റ് ട്രാക്ക് ഇറ്റ് ഡൗൺ എല്ലാ മാസവും ട്രാക്ക് ചെയ്യുമ്പോൾ ബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് പോലും ഇൻഡ്യൂഷൻ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെലവുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചെലവുകൾ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി കഴിഞ്ഞിട്ടില്ല, ഇത് നമ്മളുടെ ചെലവുകൾ മാത്രമാണ് നമ്മൾ എഴുതുന്നത്. നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ കറന്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇപ്പൊ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻവെസ്റ്റ്മെന്റിന് ഒന്നും പണം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധി ഒന്നും യൂസ് ചെയ്യണ്ട. നിങ്ങളെ ഇൻഡ്യൂഷൻ പ്രകാരം നിങ്ങൾ ഇന്ന് കുറെ പണം കുറക്കും, നല്ല അത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് ആഡ് ചെയ്യും. ജസ്റ്റ് ട്രസ്റ്റ് മൈ വേർഡ്സ്, ദിസ് വിൽ വർക്ക്. ഓക്കെ, അപ്പം ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ എഴുതി വെക്കുക. എത്രയാണ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്നുള്ളൊരു ധാരണ കിട്ടുമല്ലോ. കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം തോന്നും ഓട്ടോമാറ്റിക്കലി. അപ്പൊ സ്പെൻഡിങ് ഒന്നും വല്ല കുറച്ചിട്ട് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. പിന്നെ സ്പെൻഡിങ് എന്ന് പറയുമ്പോൾ സ്പെൻഡ് ചെയ്യരുത് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മൾ പിശുക്കി വെക്കുന്നതിൽ ഒരു കാര്യമില്ല. സ്പെൻഡ് ചെയ്യണം. നല്ല ജീവിതം നമുക്ക് വേണം, നല്ല ലൈഫ് സ്റ്റൈൽ നമുക്ക് വേണം. സ്പെൻഡ് ചെയ്യണം, പക്ഷെ കുറ്റബോധത്തോടെ സ്പെൻഡ് ചെയ്യാൻ പാടില്ല, ദുഃഖിച്ചിട്ട് സ്പെൻഡ് ചെയ്യാൻ പാടില്ല. എന്ന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ സ്പെൻഡ് ചെയ്യണം, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം. കാരണം എന്താ, ഈ മണി എന്ന് പറയുന്നത് ഒരു എനർജിയാണ് ആക്ച്വലി. അത് ഇങ്ങനെ ഫ്ലോ ചെയ്യണം. അപ്പോൾ സന്തോഷത്തോടു കൂടി സ്പെൻഡ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മൈൻഡ്ഫുള്ളി സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ സന്തോഷിച്ച് വാങ്ങുക. മറിച്ച് നിങ്ങളൊരു സാധനം കണ്ട് അപ്പൊ തന്നെ ചാടിക്കേറി വാങ്ങിയിട്ട് ദുഃഖിക്കാൻ പാടില്ല. ഹാപ്പി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ മാത്രമേ അത് വാങ്ങാൻ പാടില്ല. അപ്പൊ അതെന്റെ ലൈഫിൽ ഞാൻ പഠിച്ച് ഇംപ്ലിമെന്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ സന്തോഷത്തോടു കൂടി സ്പെൻഡ് ചെയ്യുക, പണം തിരിച്ചു വരും. അപ്പം ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാല് ഒരു രസമാണ് ആക്ച്വലി. ഞാൻ പറയാം, എനിക്ക് ഇതിന്റെ ഒരു വട്ടുള്ളതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാൻ. അപ്പൊ ഇതെന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്റെ പേഴ്സണൽ ഫിനാൻസിന്. അപ്പൊ നിങ്ങളും ഇതൊരു ജീവിതത്തിന് ഒരു ശീലമാക്കി കഴിഞ്ഞാൽ ലൈഫിൽ കുറച്ച് ചിട്ടയും ഡിസിപ്ലിനും ഒക്കെ വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പേഴ്സണൽ ഫിനാൻസ് അങ്ങനെയാണ്. പേഴ്സണൽ ഫിനാൻസ് ഈസ് ആക്ച്വലി നമ്മളുടെ പേഴ്സണൽ ഡെവലപ്മെന്റും കൂടിയാണ്. അപ്പൊ ഇതാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം എപ്പോഴും ഓർമ്മിക്കണം, ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യല്ല ബഡ്ജറ്റ് ചെയ്തിട്ട്, മറിച്ച് നമ്മൾ ലൈഫിന് ചോയ്സസ് കൊടുക്കുകയാണ്, ലൈഫിന് ഫ്രീഡം കൊടുക്കുകയാണ്. നമ്മുടെ ലൈഫിൽ ചിന്തിച്ചു തുടങ്ങും നമ്മൾക്ക് എന്താണ് ശരിക്കും വേണ്ടത്, എന്താണ് ശരിക്കും എനിക്ക് ആവശ്യമായിട്ടുള്ളത്, ആവശ്യമല്ലാത്തത്, എൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഞാൻ എൻ്റെ ലക്ഷ്യത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എൻ്റെ പണത്തിനെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബഡ്ജറ്റിങ്ങിലൂടെ ഫൈനലി നമ്മൾ ചെയ്യുന്നത് പണത്തിനെ ആദരിക്കുക എന്നതാണ്, പണത്തിനെ ട്രാക്ക് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എങ്ങനെ മാറുന്നു എന്ന് നമ്മൾക്ക് സ്വയം അനുഭവിച്ചറിയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബുക്കും പെന്നും എടുക്കുക, അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ചെലവുകളൊക്കെ ട്രാക്ക് ചെയ്ത് എല്ലാ മാസവും ബഡ്ജറ്റിംഗ് തുടങ്ങുക. ഓക്കെ, അപ്പം ഇവിടെ മഴ പെയ്തു തുടങ്ങി, ചിലപ്പം സൗണ്ട് കുറച്ച് നോയ്സ് ഒക്കെ ഉണ്ടാവും. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബിക്കോസ് ദാറ്റ് ഗിവ്സ് മീ ദ മോട്ടിവേഷൻ ടു ക്രിയേറ്റ് മോർ വീഡിയോസ്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.